ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ നോക്കാൻ പോകുന്നത് സ്വിംഗ് ട്രേഡിങ്ങിന് പറ്റിയ കുറച്ച് നല്ല സ്റ്റോക്സുകളും അതിൻ്റെ ലെവൽസും ആണ്. അപ്പോൾ നമുക്ക് ആദ്യം കിട്ടിക്കുന്ന സ്റ്റോക്സ് എന്ന് പറയുന്നത് ജെയിൻ ഇറിഗേഷൻ സിസ്റ്റം ആണ്. അപ്പോൾ അതിന് നമ്മളൊരു സപ്പോർട്ട് മുമ്പ് വരച്ചിട്ടുണ്ടായിരുന്നു. ആ സപ്പോർട്ടിൽ ടച്ച് ചെയ്തിട്ട് ഇപ്പോൾ മാർക്കറ്റ് ഒരു ബൈ പ്രഷർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സ് പുതിയൊരു ഹൈ എടുത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സ്റ്റോക്സ് നോട്ട് ചെയ്യാം. ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 63.85 ആണ്. അപ്പോൾ ഇതിൻ്റെ സപ്പോർട്ട് വരുന്നത് 57 ലെവലൊക്കെയാണ് സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റോക്സ് നമുക്ക് സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടി കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റോക്കാണ്. ഈ രണ്ടാമത്തെ സ്റ്റോക്സ് എന്ന് പറയുന്നത് ബാങ്ക് ഓഫ് ബറോഡയാണ്. അപ്പോൾ ബാങ്ക് ഓഫ് ബറോഡ നമ്മൾ സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടി കൺസിഡർ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റീസെൻ്റ്ലി അതൊരു പ്രീവിയസ് വന്നിരിക്കുന്ന റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ബ്രേക്ക് ചെയ്തു. അതിനുശേഷം ഒരു സെൽ പ്രഷർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. വീണ്ടും ഒരു ബൈ പ്രഷർ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സ് പുതിയൊരു ഹൈ എടുത്ത് പോകാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ സ്ട്രോങ് സപ്പോർട്ട് എന്ന് പറയുന്നത് 222, 218 ലെവലൊക്കെയാണ് സ്ട്രോങ് സപ്പോർട്ടായി നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതും നമുക്ക് സ്വിംഗ് ട്രേഡിങ്ങിന് കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റോക്കാണ് ബാങ്ക് ഓഫ് ബറോഡ. പിന്നെ മൂന്നാമത്തെ സ്റ്റോക്സ് എന്ന് പറയുന്നത് NIACL ആണ്. അത് പ്രീവിയസ് വന്നിരിക്കുന്ന റെസിസ്റ്റൻസ് ഇവിടെ ബ്രേക്കൗട്ട് നല്ല രീതിയിൽ ബ്രേക്കൗട്ട് നടന്നിട്ട് നല്ല രീതിയിൽ കയറിപ്പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് വന്നു, ഒരു സെൽ പ്രഷർ വന്നു. വീണ്ടും ഇവിടെ നല്ലൊരു ബൈ പ്രഷർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സും പുതിയൊരു ഹൈ എടുത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സും നമുക്ക് ബൈ ചെയ്യാവുന്നതാണ് സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടി. അപ്പോൾ ഇത് 245 ആണ് ഇതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ലെവലിലേക്കാണ് ഇതിൻ്റെ 10 റീസെൻറ്റ് സപ്പോർട്ടായി നിൽക്കുന്നത്. അതായത് 210 മുതൽ 197 ലെവലൊക്കെയാണ് സ്ട്രോങ് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതും നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. പിന്നെ അടുത്ത സ്റ്റോക്സ് എന്ന് പറയുന്നത് GIPCL ആണ്. ഇപ്പോൾ GIPCL പ്രീവിയസ് വന്നിരിക്കുന്ന റെസിസ്റ്റൻസ് ഇവിടെ ബ്രേക്കൗട്ട് നടത്തിയിട്ടുണ്ട്. ബ്രേക്കൗട്ട് നടത്തിയിട്ട് താഴെ വന്നിട്ട് വീണ്ടും അവിടെ നല്ല രീതിയിൽ റിവേഴ്സ് ചെയ്ത് കയറിയിട്ടുണ്ട്. വീണ്ടും ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിരുന്നു. ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് താഴേക്ക് വന്നിട്ട് വീണ്ടും ഒരു ബൈ പ്രഷർ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സ് ഈ ഒരു ഹൈ ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ പുതിയ ഹൈ വന്നിരിക്കുന്നത് 197.75 ആണ്. അതൊരു 198 മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ പുതിയൊരു ഹൈ എടുത്ത് പോകാൻ ചാൻസ് ഉള്ള ഒരു സ്റ്റോക്കാണ് GIPCL. അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഇനി അടുത്ത സ്റ്റോക്സ് എന്ന് പറയുന്നത് സകുമ എക്സ്പോർട്സ് ആണ്. അപ്പോൾ അത് വീക്ക്ലി ട്രെൻഡ് ലൈനോടെ ബ്രേക്കൗട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. അത് ബ്രേക്കൗട്ട് നടത്തിയിട്ട് അവിടെ നിന്ന് ഒരു സെൽ പ്രഷർ വന്നിട്ട് വീണ്ടും ഒരു ബൈ പ്രഷർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പുതിയൊരു ഹൈ എടുത്ത് പോകാൻ ചാൻസ് ഉണ്ട് ഈ ഒരു സ്റ്റോക്സ്. അപ്പോൾ ഇതിൻ്റെ ഇനി അടുത്ത റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലിലേക്കാണ് അടുത്ത റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. അതായത് ഒരു 33.85, 34 ലെവലിലേക്കാണ് ഇനി അടുത്ത റെസിസ്റ്റൻസ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സ് ഈ ഒരു ലെവൽ വരെ പോകാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സും സകുമ എക്സ്പോർട്സും നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. അടുത്തത് ഓറോ ഫാർമയാണ്. അപ്പോൾ ഓറോ ഫാർമയും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അത് പ്രീവിയസ് വന്നിരിക്കുന്ന വീക്ക്ലി റെസിസ്റ്റൻസ് ആയിരുന്നു. അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് ഒരു ചെറിയൊരു സെൽ പ്രഷർ വന്ന് വീണ്ടും നല്ലൊരു ബൈ പ്രഷർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓറോ ഫാർമയും ഇപ്പോൾ വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് ഹൈ, അതായത് 11.63.60 ആ ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയൊരു ഹൈ എടുത്ത് പോകാൻ ചാൻസ് കൂടുതലാണ് ഓറോ ഫാർമ. അപ്പോൾ ഓറോ ഫാർമയും നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഇനി അടുത്തത് KCP ആണ്. അപ്പോൾ KCPയും ഇവിടുത്തെ ആ ഒരു റെസിസ്റ്റൻസ് ഇവിടെ ബ്രേക്കൗട്ട് നടത്തിയിട്ടുണ്ട്. നല്ല രീതിയിൽ ബ്രേക്കൗട്ട് നടത്തിയിട്ട് അവിടെ ഒരു സെല്ലിംഗ് പ്രഷർ വന്നു, വീണ്ടും ഒരു ബൈ പ്രഷർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സ് നമുക്ക് ബൈയിന് കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റോക്കാണ്. പുതിയൊരു ഹൈ എടുത്ത് പോകാൻ ചാൻസ് കൂടുതലാണ് KCP. പിന്നെ അടുത്തത് സെഞ്ചുറി പ്ലേബോർഡ്സ് ആണ്. അപ്പോൾ അതും പ്രീവിയസ് വന്നിരിക്കുന്ന റെസിസ്റ്റൻസോടെ ബ്രേക്കൗട്ട് നടത്തിയിട്ടുണ്ട്. അതിനുശേഷം ഒരു സെൽ പ്രഷർ വന്നിട്ട് വീണ്ടും ഒരു ബൈ പ്രഷർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സും പുതിയൊരു ഹൈ എടുത്ത് പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. പിന്നെ അടുത്ത സ്റ്റോക്സ് UBL ആണ്. അപ്പോൾ UBL നമുക്കിവിടെ കാണാൻ സാധിക്കും. പ്രീവിയസ് വന്നിരിക്കുന്ന റെസിസ്റ്റൻസോട് നല്ല രീതിയിൽ ബ്രേക്കൗട്ട് നടത്തി അവിടെ നല്ലൊരു സെൽ പ്രഷർ വന്നു, വീണ്ടും ഒരു ബൈ പ്രഷർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു UBLും ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ UBL നമുക്ക് ബൈയിന് കൺസിഡർ ചെയ്യാവുന്നതാണ് സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടി. ഇനി അടുത്തത് R-Syst ആണ്. അപ്പോൾ R-Systവും മുമ്പ് വന്നിരിക്കുന്ന റെസിസ്റ്റൻസോട് നല്ല രീതിയിൽ ബ്രേക്കൗട്ട് നടത്തിയിട്ട് അവിടെ നിന്ന് സെൽ പ്രഷർ വന്നിട്ടുണ്ട്, വീണ്ടും ചെറിയൊരു ബൈ പ്രഷർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ R-System ഇപ്പോൾ റീസെൻറ്റ് വന്നിരിക്കുന്ന ഈ ഒരു ക്യാൻഡലിനെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയൊരു ഹൈ എടുത്ത് പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ R-Systവും നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്തരം സ്റ്റോക്സുകളാണ് നമുക്ക് സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ 1 മാസം മുതൽ 3 മാസം വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നിങ്ങളുടേതായ അനാലിസിസും കൂടി ഈ സ്റ്റോക്സുകളൊന്ന് നടത്തി നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നിയാൽ മാത്രം എൻട്രി എടുക്കാം. അതല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പേപ്പർ ട്രേഡ് ചെയ്ത് നോക്കാം.
അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസുമായി വീണ്ടും വരാം. അതുവരെ നന്ദി, നമസ്കാരം.